തമിഴ്നാട്ടിലേക്ക് എത്ര തവണ വന്നാലും എനിക്ക് മടുക്കാത്ത രണ്ട് സ്ഥലങ്ങളുണ്ട്, കൃഷ്ണഗിരിയും ധർമ്മപുരിയും. ശരിക്കും തമിഴ്നാടിന്റെ യഥാർത്ഥ ഭംഗി ഒളിഞ്ഞിരിക്കുന്നത് ഈ രണ്ട് സ്ഥലങ്ങളിലാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. തമിഴ്നാടിന്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് അറിയുമോ? നമ്മൾ പോകുന്ന വഴിയിലൊക്കെ കാണുന്ന വലിയ വലിയ സ്കൂളുകളും കോളേജുകളും നമ്മുടെ നാട്ടിലെ പോലെയല്ല, കാണാൻ നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക വൈബിലുള്ള അടിപൊളി ബിൽഡിംഗ് സ്ട്രക്ചറുകളാണ് ഇവിടുത്തെ ക്യാമ്പസുകൾക്ക്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പക്ഷെ കൃഷ്ണഗിരിയോടും ധർമ്മപുരിയോടും ഉള്ളിലേക്ക് പോകുന്തോറും ശരിക്കും നമ്മൾ അതിശയിച്ചു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് ഉള്ളത്. നമ്മുടെ നാട്ടിലൊന്നും കാണാൻ പറ്റാത്ത അത്രയ്ക്ക് പച്ചയായ മനോഹരമായ ഗ്രാമീണ സൗന്ദര്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കൃഷി തന്നെയാണ് കേട്ടോ ഇവരുടെ പ്രധാന വരുമാന മാർഗം. പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങളും അതിനിടയിലെ വലിയ വലിയ തൊഴുത്തുകളും ഒത്തിരി പശുക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് കേട്ടോ ഇവരുടെ ഗ്രാമങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ശരിക്കും എനിക്ക് ഇവരുടെ ഗ്രാമങ്ങളിലൂടെയുള്ള ഓരോ ഡ്രൈവും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. ഇപ്പൊ മാങ്ങ സീസൺ ആയതുകൊണ്ട് തന്നെ സേലം മുതലേ ഞങ്ങൾ കണ്ടുവരുന്ന ഒരു കാഴ്ചയായിരുന്നു. സേലം ധർമ്മപുരി കൃഷ്ണഗിരി ഹൈവേയുടെ രണ്ട് സൈഡുകളിലായിട്ട് നല്ല അടിപൊളിയായിട്ട് മാങ്ങ ഒക്കെ ഇങ്ങനെ കച്ചവടത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പ്രാവശ്യം ധർമ്മപുരി പോയ സമയത്ത് ഒരു രാത്രി 12 മണിയൊക്കെ ആയ സമയത്ത് ഒരു ചായ കുടിക്കാൻ തോന്നി. ആ സമയത്താണെങ്കിൽ കടകളൊക്കെ ക്ലോസ്ഡ് ആയിരുന്നു. അപ്പൊ ഞങ്ങളോട് അവിടെ കണ്ടിട്ടുള്ള ഒരാൾ പറഞ്ഞു ബസ് സ്റ്റാൻഡിൽ നല്ല ചായ കിട്ടുമെന്ന്. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ എത്തിയ സമയത്ത് അവിടെ ഒരു ചെറിയ അടുപ്പിൽ ഒരാൾ ചുക്കാപ്പി ഉണ്ടാക്കി വിൽക്കുന്നുണ്ടായിരുന്നു. എല്ലാ ദിവസവും രാത്രി പുള്ളിക്കാരെല്ലാം ഇവിടെ ഉണ്ടാവാറുണ്ട് അത്രേ. അപ്പൊ ഇളം ചൂടിൽ ചുക്കാപ്പി കുടിച്ചപ്പോ ഒരു ഫീല് വേറെ തന്നെയായിരുന്നു.